56ാമത് GST കൗൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. GST നിരക്കുകൾ ലളിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യോഗം നടക്കുന്നത്. 12-28% സ്ലാബുകൾ ഇല്ലാതാക്കാനാണ് നിർദ്ദേശം. അതുപോലെ ഈ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ കാര്യമായ ചില മാറ്റങ്ങളും വരുമെന്നാണ് സൂചന. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ശരിയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 56ാമത് GST കൗൺസിൽ യോഗമാണ് ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരൊക്കെ എത്തി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ചില ആവശ്യങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നിതാ ഈ GST കൗൺസിൽ യോഗം ചേരുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ GST നിരക്കുകൾ ലളിതമാക്കുന്നതിനുള്ള നിർദ്ദേശം. അത് യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. നികുതി ഘടന ലളിതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ നമുക്ക് 4 സ്ലാബുകളാണുള്ളത്. ഇതിൽ 12% ഒപ്പം തന്നെ 28% സ്ലാബുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അതേസമയം ആഡംബര വസ്തുക്കൾ, ഡീമെറിറ്റ് വസ്തുക്കൾ എന്നിവയ്ക്ക് 40% നികുതി തുടരുമെന്നും ഒരു സൂചന കൂടിയുണ്ട്. ചില വസ്തുക്കൾക്കൊക്കെ തന്നെ നികുതിയിലൊരു ഇളവുണ്ടാകാനും സാധ്യതയുണ്ട്. ഈ റിട്ടേൺ സമർപ്പണങ്ങൾ, റീഫണ്ടുകൾ തുടങ്ങി സംബന്ധിച്ച കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ ഉണ്ടാകില്ല എന്നുള്ള അത്തരത്തിലേക്കുള്ള ചില മാറ്റങ്ങളും ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് സൂചന.